അതിരൂക്ഷ വിമർശനവുമായി SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. പിന്നാക്ക വിഭാഗങ്ങൾക്ക് സർക്കാരിൽ നിന്നും ഇടതുപക്ഷത്തു നിന്നും നീതി ലഭിക്കാത്തതിന് കിട്ടിയ തിരിച്ചടിയാണ് തെരഞ്ഞെടുപ്പ് ഫലം. മുസ്ലിങ്ങളെ എങ്ങനെ പ്രീണിപ്പിക്കാമെന്നാണ് ഇടതുപക്ഷം ചിന്തിക്കുന്നതെന്നും വെള്ളാപ്പള്ളി. വോട്ടിംഗ് പാറ്റേൺ വന്നാൽ എന്തുമാത്രം വോട്ടാണ് മാറിയത്. ഈ മാറിയത് മുഴുവൻ ആരുടെ വോട്ട്? ഇന്നലെ വരെ പിന്നോക്കക്കാരുടെയും പട്ടികജാതിക്കാരുടെയും വോട്ട് ഇടതുപക്ഷത്തിന് കിട്ടിയെങ്കിൽ ഇന്ന് അവർക്കത് കിട്ടാതെ പോയി. കിട്ടാതെ പോയി എങ്കിൽ കാരണം. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും ആസിഫ് മുഹമ്മദ് ചേരുന്നു. ആസിഫ്, ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെ CPM-നെതിരെ വലിയ തോതിൽ വിമർശനങ്ങൾ വിവിധ കോണുകളിൽ നിന്നും നടക്കുന്നുണ്ട്. ഏതായാലും വെള്ളാപ്പള്ളി അദ്ദേഹത്തിന്റെ രൂക്ഷമായ വിമർശനമാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ലക്ഷ്മി, തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. കുന്നത്തുനാട് SNDP നേതൃയോഗത്തിൽ സംസാരിക്കവെയാണ് ഇത്തരത്തിൽ രൂക്ഷമായൊരു വിമർശനം ഇപ്പോൾ SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് ഇടതുപക്ഷത്തിനൊപ്പം നിന്ന ഈഴവരടക്കമുള്ള പിന്നോക്കക്കാർ അത് ഇടതുപക്ഷത്തെ കൈവിട്ടതാണ് ഇത്തരത്തിലൊരു വലിയ തിരിച്ചടിക്ക് കാരണമായിട്ടുള്ളത്. ഇത്തവണത്തെ തൃശ്ശൂരിലെയും ആലപ്പുഴയിലെയും അതുപോലെ തന്നെ കൊല്ലത്തെയും അടക്കമുള്ള വോട്ടിംഗ് പാറ്റേൺ നോക്കിയാൽ അത് വ്യക്തമാണ്. ഈ തങ്ങൾക്ക് അപ്പുറത്തേക്ക് ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്ക് പീഡിപ്പിക്കുന്ന ഒരു നയമാണ് ഇടതുപക്ഷം സ്വീകരിച്ചിരുന്നത്. അതിലടക്കം ഈ വലിയ ഒരു വിമർശനമുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഈഴവരടക്കമുള്ളവർ ഇത്തരത്തിൽ മാറി ചിന്തിക്കുന്ന ഒരു ഘട്ടമെത്തി. തങ്ങൾക്ക് കിറ്റും പെൻഷനും മാത്രം ലഭിച്ചാൽ പോരാ, അധികാരത്തിലും അതുപോലെ തന്നെ സാമ്പത്തിക കാര്യത്തിലും നീതി ഉണ്ടാകേണ്ടതുണ്ട്. അത് ലഭിക്കുന്ന സാഹചര്യം ഇല്ല എന്നുള്ള കാര്യവും വെള്ളാപ്പള്ളി നടേശൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മലപ്പുറത്ത് നിന്നും കോഴിക്കോട് നിന്നും വണ്ടി കയറി എത്തുന്ന മുസ്ലിങ്ങൾക്ക് തിരുവനന്തപുരത്തേക്ക് എത്തുമ്പോൾ അവർക്ക് വൈകുന്നേരത്തോടു കൂടി കാര്യങ്ങൾ സാധിച്ച് മടങ്ങാൻ കഴിയുന്നുണ്ട്. അത് എല്ലാം ഈ സർക്കാരിൻ്റെ പ്രീണന രാഷ്ട്രീയത്തിന് തെളിവായിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് വെള്ളാപ്പള്ളി നടേശൻ ചൂണ്ടിക്കാണിക്കുന്നത്. ഏതായാലും ഈ MLA-മാരുടെ എണ്ണമടക്കം ഇടതുപക്ഷത്തും അതുപോലെ തന്നെ UDF-ലുമുള്ള MLA-മാരുടെ എണ്ണമടക്കം അത് ഈഴവരായ MLA-മാരുടെ എണ്ണമടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഇടതുപക്ഷവും അതുപോലെ തന്നെ UDF-ലും എത്ര MLA-മാരുണ്ട് എന്ന് ഇരു പാർട്ടികളും ചിന്തിക്കണം. പണ്ട് ഇങ്ങനെ അല്ലായിരുന്നു, R. ശങ്കറിൻ്റെ കാലഘട്ടത്തിലടക്കം ഇങ്ങനെ ആയിരുന്നു എന്ന് ഈ പാർട്ടികൾ ചിന്തിക്കണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു വിമർശനവുമായി എന്തായാലും വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. തങ്ങളുടെ ആശയവും പ്രതീക്ഷയും എല്ലാം ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്നതാണ്. എന്നാൽ ഇത്തരത്തിൽ മറിച്ച് ചിന്തിക്കാൻ കാരണം ഇത്തരത്തിലുള്ള പ്രീണന നയങ്ങളും അധികാര സ്ഥാനങ്ങളിലും സാമ്പത്തിക കാര്യങ്ങളിലും തങ്ങൾക്ക് നീതി ലഭിക്കാത്തതുമാണ് എന്നുള്ള ഒരു കാര്യമാണ് വെള്ളാപ്പള്ളി നടേശൻ ഏതായാലും പറഞ്ഞു വെക്കുന്നത്. രൂക്ഷ വിമർശനം നടത്തിയിരിക്കുകയാണ് വെള്ളാപ്പള്ളി നടേശൻ ഇടതുപക്ഷത്തിനെതിരെ, CPM-നെതിരെ. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ആസിഫ് മുഹമ്മദ്.